ഹലോ, മൈനാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വളരെ ഈസിയായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കുമ്പളങ്ങ മെഴുക്കുവരട്ടിയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് നമ്മുടെ കുമ്പളങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട്. ഒരു കുമ്പളങ്ങ ചെറുതായി അരിഞ്ഞെടുത്തത്, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളം, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഒരു അരമുറി തേങ്ങ തിരിങ്ങിയത്. ഇത്രയും മതി നമ്മുടെ കുമ്പളങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്കിത് ഉണ്ടാക്കിയാലോ? റെഡിയല്ലേ? നമുക്കിവിടെ ടെറസിൽ കുമ്പളങ്ങയുണ്ട്. രാവിലെ മഴയൊക്കെ പെയ്ത് കിടക്കുക. ഞാൻ ടെറസിൽ പോയിട്ട് ഒരു കുമ്പളങ്ങ പറിച്ചെടുക്കുകയാണ്. ഇതിൽ നിന്നൊരു കുമ്പളങ്ങ പറിച്ചെടുത്താണ് നമ്മൾ മെഴുക്കുവരട്ടി വെക്കാൻ പോകുന്നത്. ഇതിനെ തന്നെ പറിക്കുക. ദേ പറിച്ച് കൊണ്ടുവന്നു. കുമ്പളങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞു, അതിനകത്തുള്ള സ്വീഡൊക്കെ എടുത്ത് കളഞ്ഞു, കട്ട് ചെയ്ത് ക്ലീനാക്കി ദേ ഇങ്ങനെ പീസാക്കി, അതിനുശേഷം ചെറുതായി അരിഞ്ഞ് അതിൻ്റെ മുകളിൽ പച്ചമുളകും കൂടെ അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി ഉപ്പിട്ടു. ഇനി അതിനകത്ത് അവിടെ വച്ചിരുന്ന വെള്ളവും കൂടെ എടുത്തൊഴിച്ച് ഗ്യാസ് ഓണാക്കി നമ്മൾ സ്റ്റൗവിൽ വെച്ച് അടച്ച് വേവിക്കാൻ വെച്ചു. 5 മിനിറ്റായി. ഇപ്പം നല്ല ആവിയൊക്കെ വന്നു. ഒന്നുകൂടെ ഇളക്കി വെച്ച് കൊടുത്തു. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഏകദേശം വെള്ളമെല്ലാം വറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങ ഇട്ട് ഒന്ന് ഇളക്കി, അപ്പോഴത്തേന് ബാലൻസ് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളവും കൂടെ അങ്ങ് പോവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിരിക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കി തീയൊക്കെ ഓഫാക്കി വച്ചു. ഇങ്ങനെയാണ് നമ്മുടെ ഈസിയായ കുമ്പളങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാകുന്നത്. നല്ല ആവിയൊക്കെ വരുന്ന മെഴുക്കുവരട്ടി. കുമ്പളങ്ങ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ കുമ്പളങ്ങയുടെയൊക്കെ സീസണാണല്ലോ. വീട്ടിൽ കുമ്പളങ്ങ ഉള്ളവരോ അല്ലെങ്കിൽ കടയിൽ നിന്ന് കുമ്പളങ്ങ വാങ്ങാൻ പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ് കുമ്പളങ്ങ കഴിക്കുന്നത്. വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളാർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.